ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത് 6th യൂണിറ്റിനകത്തുള്ള ഫോക്കസ് ഏരിയക്കകത്ത് നമുക്ക് പഠിക്കാനുള്ള രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ നെയിമിംഗ് ആയിരുന്നു. ഏതൊക്കെയായിരുന്നു ആ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്? ആൽക്കഹോളും ഈത്തറും. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഇട്ട പോർഷൻ ആണ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഫോക്കസ് ഏരിയക്കകത്തുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഐസോമെറിസം. എന്താണ് ഐസോമെറിസം? അവിടെ ഫോക്കസ് ഏരിയക്കകത്തുനിന്ന് നമുക്ക് എക്സാമിനേഷൻ ചോദിക്കാൻ നല്ലൊരു സെക്ഷനാണ് ഐസോമെറിസം. പിന്നെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഐസോമെറിസം എന്നും അതിന്റെ ടൈപ്പും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് ഫുൾ ആയിട്ട് കാണണേ. നമുക്ക് ആദ്യം ഐസോമെറിസം എന്താണെന്ന് നോക്കാം. ഐസോമെറിസം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഐസോമിയേഴ്സ് ആരാന്നറിയണം. ആരാണ് ഐസോമിയേഴ്സ്? ഐസോമിയേഴ്സ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നാൽ നമുക്ക് രണ്ട് കോമ്പൗണ്ട് എടുക്കുക. ആ രണ്ട് കോമ്പൗണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും. നമ്മൾ എടുക്കുന്ന രണ്ട് കോമ്പൗണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരേ മോളിക്കുലാർ ഫോർമുല ആയിരിക്കും നമ്മൾ എടുക്കുന്ന രണ്ട് കോമ്പൗണ്ട്സിനും ഉള്ളത്. പക്ഷെ ആ രണ്ട് കോമ്പൗണ്ടിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും ഡിഫറെന്റ് ആയിരിക്കും. ആ കോമ്പൗണ്ട്സുകളുടെ എന്ത് ഡിഫറെന്റ് ആയിരിക്കും? ഫിസിക്കൽ പ്രോപ്പർട്ടിയും ഡിഫറെന്റ് ആയിരിക്കും, കെമിക്കൽ പ്രോപ്പർട്ടിയും ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ രണ്ട് കോമ്പൗണ്ട്സിന്റെ മോളിക്കുലാർ ഫോർമുല സെയിമും ആ കോമ്പൗണ്ട്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും ഡിഫറന്റും ആണെങ്കിൽ നമുക്ക് ആ രണ്ട് കോമ്പൗണ്ട്സിനെ എന്തെന്ന് വിളിക്കാം? ഐസോമിയേഴ്സ് എന്ന് വിളിക്കാം. ഐസോമിയേഴ്സ് ക്ലിയർ ആയി. രണ്ട് കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഡിഫറെന്റ് ആയിരിക്കും, കെമിക്കൽ പ്രോപ്പർട്ടി ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള രണ്ട് കോമ്പൗണ്ട്സുകളെ നമുക്ക് ഐസോമിയേഴ്സ് എന്ന് വിളിക്കാം. അതുപോലെ ആ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോമെറിസം. അതായത് ആ ഫിനോമിനെ വിളിക്കുന്ന പേരെന്താണ്? ഐസോമെറിസം. ആ ഫിനോമിൻ എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ ഫോർമുല സെയിം ആയിട്ടും ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ആ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോമെറിസം. ഐസോമിയേഴ്സും ക്ലിയർ ആയി, ഐസോമെറിസവും ക്ലിയർ ആയി. ഐസോമിയേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കോമ്പൗണ്ട്സിന്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള രണ്ട് കോമ്പൗണ്ട്സുകളെ നമ്മൾ ഐസോമിയേഴ്സ് എന്നും ആ കാണിക്കുന്ന ഫിനോമിനെ നമുക്ക് എന്തെന്നും വിളിക്കാം? ഐസോമെറിസം എന്നും എന്ത് ചെയ്യാം? വിളിക്കാം. ക്ലിയർ ആയല്ലോ? നമ്മൾ ഈ ഐസോമെറിസം മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ആദ്യത്തെ ടൈപ്പാണ് ഫങ്ഷണൽ ഐസോമെറിസം. ഐസോമെറിസത്തിന്റെ ആദ്യത്തെ ടൈപ്പ് ഏതാണ്? ഫങ്ഷണൽ ഐസോമെറിസം. രണ്ടാമത്തെ ടൈപ്പാണ് പൊസിഷൻ ഐസോമെറിസം. ആദ്യത്തെ ടൈപ്പ് ഏതാണ്? ഫങ്ഷണൽ ഐസോമെറിസം. രണ്ടാമത്തെ ഐസോമെറിസം ആണ് പൊസിഷൻ ഐസോമെറിസം. മൂന്നാമത്തെ ഐസോമെറിസം ആണ് ചെയിൻ ഐസോമെറിസം. ഏതാണ്? ചെയിൻ ഐസോമെറിസം. ഐസോമെറിസത്തെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫങ്ഷണൽ ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം, ചെയിൻ ഐസോമെറിസം. നമുക്ക് ഓരോ ഐസോമെറിസും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. നമുക്ക് ആദ്യം ഫങ്ഷണൽ ഐസോമെറിസം എന്താണെന്നും അതിന്റെ എക്സാമ്പിളും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയുടെ അടുത്ത സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാവേ. ഫങ്ഷണൽ ഐസോമെറിസം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫങ്ഷണൽ ഐസോമെറിസം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ആരാണ് ഫങ്ഷണൽ ഐസോമിയേഴ്സ് എന്നറിയണം. എന്താണ് ഫങ്ഷണൽ ഐസോമിയേഴ്സ്? ഫങ്ഷണൽ ഐസോമിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കോമ്പൗണ്ട്സ് എടുക്കുന്നു. ആ രണ്ട് കോമ്പൗണ്ട്സിന്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും. രണ്ട് കോമ്പൗണ്ടിന്റെയും എന്ത് സെയിം ആയിരിക്കും? മോളിക്കുലാർ ഫോർമുല എന്തായിരിക്കും? സെയിം ആയിരിക്കും. മോളിക്കുലാർ ഫോർമുല സെയിം എന്ന് പറഞ്ഞാൽ ആ രണ്ട് മോളിക്യൂളിനകത്തുള്ള ആറ്റംസിന്റെ എണ്ണം എന്താണെന്ന സെയിം ആണെന്ന്. നമ്മൾ രണ്ട് കോമ്പൗണ്ട്സ് എടുക്കുന്നു. ആ രണ്ട് കോമ്പൗണ്ട്സിന്റെ മോളിക്കുലാർ ഫോർമുല എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ രണ്ട് കോമ്പൗണ്ടിനകത്തുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആയിരിക്കും. ആ രണ്ട് കോമ്പൗണ്ടിനകത്തുള്ള എന്ത് ഗ്രൂപ്പ് ഡിഫറെന്റ് ആയിരിക്കും? ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ രണ്ട് കോമ്പൗണ്ട്സിന്റെ മോളിക്കുലാർ ഫോർമുല സെയിമും ആ രണ്ട് മോളിക്യൂളിനകത്തുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഡിഫറന്റും ആണെങ്കിൽ ആ രണ്ട് കോമ്പൗണ്ട്സിനെ നമ്മൾ ഫങ്ഷണൽ
ഐസോമിയേഴ്സ് എന്ന് വിളിക്കും. ആ രണ്ട് കോമ്പൗണ്ട്സിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഫങ്ഷണൽ ഐസോമിയേഴ്സ് എന്നും ആ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഐസോമർസം. ആ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഫങ്ഷണൽ ഐസോമർസം. അത് ക്ലിയർ ആയി. രണ്ട് കോമ്പൗണ്ട്സിന്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. അങ്ങനെയുള്ള രണ്ട് കോമ്പൗണ്ട്സുകളെ ഫങ്ഷണൽ ഐസോമിയേഴ്സ് എന്ന് വിളിക്കും. ആ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഐസോമർസം. ഈ ഫങ്ഷണൽ ഐസോമർസത്തിന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സെയിം കാർബണാറ്റമുള്ള ആൽക്കഹോളും സെയിം കാർബണാറ്റമുള്ള ഈതേഴ്സും ഫങ്ഷണൽ ഐസോമിയേഴ്സിന് എക്സാമ്പിൾ ആണ്. അതായത് സെയിം കാർബണാറ്റമുള്ള ആൽക്കഹോളും സെയിം കാർബണാറ്റമുള്ള ഈതറും ഫങ്ഷണൽ ഐസോമിയേഴ്സിന് എക്സാമ്പിൾ ആണ്. നമ്മളിപ്പം എക്സാമ്പിൾ പറയാൻ പോകുന്നത് രണ്ട് കാർബണാറ്റമുള്ള ആൽക്കഹോളിന്റെ സ്ട്രക്ചർ നമ്മൾ ആദ്യം വരയ്ക്കും. അത് കഴിഞ്ഞിട്ട് രണ്ട് കാർബണാറ്റമുള്ള ഈതറിന്റെ സ്ട്രക്ചർ എഴുതും. ഈ രണ്ട് കോമ്പൗണ്ട്സിന്റെ മോളിക്കുലാർ ഫോർമുല നോക്കുമ്പോൾ സെയിം ആയിരിക്കും, പക്ഷെ അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറന്റ് ആണ്. കാരണം ആൽക്കഹോൾ ആകുമ്പോഴത്തേക്ക് അവിടെ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് വരും? OH ഫങ്ഷണൽ. ആൽക്കഹോൾ ആകുമ്പോൾ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് വരും? OH ഫങ്ഷണൽ ഗ്രൂപ്പും. അതുപോലെ ഈത്തർ ആകുമ്പോൾ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആ വരുന്നത്? ഓക്സിജൻ ഫങ്ഷണൽ ഗ്രൂപ്പും. രണ്ട് സൈഡിലോട്ട് എന്തും വരും? ബോണ്ടിങ്ങും വരും. നമ്മൾ കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽ ആയിട്ട് ഈ ആൽക്കഹോൾ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെയും ഈത്തർ ഫങ്ഷണൽ ഗ്രൂപ്പും വരുന്ന കോമ്പൗണ്ട്സിന്റെ നെയിമിംഗ് പറഞ്ഞതാണ്. നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം. രണ്ട് കാർബണാറ്റുള്ള ആൽക്കഹോളിന്റെ സ്ട്രക്ചർ ആദ്യം എഴുതുക, രണ്ട് കാർബണാറ്റുള്ള ഈതറിന്റെ സ്ട്രക്ചർ എഴുതുക. രണ്ട് കാർബണാറ്റുള്ള ആൽക്കഹോൾ ഫങ്ഷണൽ ഐസോമിയർ ആവുന്ന രണ്ട് കാർബണാറ്റുള്ള ഈതറുമായിട്ടാണ്. ഇപ്പൊ മൂന്ന് കാർബണാറ്റുള്ള ആൽക്കഹോൾ ആണെങ്കിലോ അത് ഫങ്ഷണൽ ഐസോമിയർ ആവുന്ന മൂന്ന് കാർബണാറ്റുള്ള ഈതറുമായിട്ട്. നമ്മളിപ്പോ എക്സാമ്പിൾ ആയിട്ട് എഴുതുന്നത് രണ്ട് കാർബണാറ്റുള്ള ആൽക്കഹോളും എത്ര കാർബണാറ്റുള്ള ഈതറുമാണ്? രണ്ട് കാർബണാറ്റുള്ള ഈതറും. അതിന്റെ സ്ട്രക്ചറും കൂടെ എഴുതാൻ നിങ്ങൾ എന്ത് ചെയ്യാം? പഠിപ്പിക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സ്ട്രക്ചർ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. കാണാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റുമേ. ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് ആദ്യം രണ്ട് കാർബണാറ്റമുള്ള ആൽക്കഹോളിന്റെ സ്ട്രക്ചർ വരയ്ക്കാം. നമുക്ക് ആദ്യം എത്ര കാർബണാറ്റം കൊടുക്കണം? രണ്ട് കാർബണാറ്റം കൊടുക്കുന്നു ആണല്ലോ. ഈ രണ്ട് കാർബണാറ്റത്തിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്ത് ബോണ്ട് കൊടുക്കുക? സിംഗിൾ ബോണ്ട് കൊടുക്കുക. നമുക്ക് ഈ രണ്ട് കാർബണിനും എന്ത് നമ്പർ കൊടുക്കാം? പൊസിഷൻ നമ്പർ. സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ എന്ത് നമ്പർ കൊടുക്കാം? പൊസിഷൻ നമ്പർ കൊടുക്കാം. ഞാനിവിടെ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കൊടുക്കാം. ഞാൻ ഇവിടുന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. ഇത് ഫസ്റ്റ് കാർബണും ഇത് സെക്കൻഡ് കാർബണും ഓർക്കുന്നു. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് ഈ ഫസ്റ്റ് കാർബണിൽ നമ്മൾ ആൽക്കഹോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ആരെ കൊടുക്കുന്നു? OH. കാരണം നമ്മൾ രണ്ട് കാർബണാറ്റുള്ള ആൽക്കഹോളായി വരയ്ക്കുന്നത്. നമ്മൾ ആൽക്കഹോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള OH എത്രാമത്തെ കാർബണിൽ കൊടുക്കുന്നു? ഫസ്റ്റ് കാർബണിൽ കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ രണ്ട് കാർബണിന്റെ വാലൻസി ക്ലിയർ ചെയ്തിട്ട് ഹൈഡ്രജനെ ഇടണം. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു കാർബണിന്റെ ടോട്ടൽ വാലൻസി 4. അതായത് ഈ കാർബണിന് ചുറ്റിലുള്ള ബോണ്ടിന്റെ എണ്ണവും ഹൈഡ്രജന്റെ എണ്ണവും കൂടെ ആഡ് ചെയ്യണം. കാർബണിന് ചുറ്റിനുള്ള ബോണ്ടിന്റെ എണ്ണവും ഹൈഡ്രജന്റെ എണ്ണവും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടണം. ഈ കാർബണിന് ചുറ്റും ഒരു ബോണ്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എത്ര വാലൻസി ക്ലിയർ ആയി? ഒരു വാലൻസി. ബാക്കി നമുക്ക് എത്ര വാലൻസി ക്ലിയർ ആക്കണം? 3 വാലൻസി. എന്നാലേ 4 ആവത്തുള്ളൂ. ആ 3 വാലൻസി ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എത്ര ഹൈഡ്രജൻ എഴുതുന്നു? 3 ഹൈഡ്രജൻ എഴുതുന്നു. ക്ലിയർ ആയല്ലോ. ഈ കാർബണിന്റെ 3 വാലൻസി ഹൈഡ്രജൻ ക്ലിയർ ആക്കി, ഒരു വാലൻസി ബോണ്ട് ക്ലിയർ ആക്കി. നമ്മൾ ഫസ്റ്റ് കാർബൺ എടുക്കുന്നു. ഈ ഫസ്റ്റ് കാർബണിന് ചുറ്റിനും എത്ര ബോൺസ് ഉണ്ട്? 2 ബോൺസ് ഉണ്ട്. ഇവിടെ 2 ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ കാർബണിന്റെ എത്ര വാലൻസി ക്ലിയർ ആയി? 2 വാലൻസി ക്ലിയർ ആയി. ഇനി നമുക്ക് എത്ര വാലൻസി കൂടെ ക്ലിയർ ആക്കണം? ടോട്ടൽ 4 വാലൻസി ക്ലിയർ ആക്കാനുണ്ട്. ഇനി എത്ര വാലൻസി കൂടെ ക്ലിയർ ആക്കണം? 2 എണ്ണം കൂടെ ക്ലിയർ ചെയ്യണം. ആ 2 എണ്ണം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇവിടെ എത്ര ഹൈഡ്രജൻ വരുന്നു? 2 ഹൈഡ്രജൻ. നോക്കിയേ, ഈ കാർബണിന്റെ 4 വാലൻസി എങ്ങനെ ക്ലിയർ ആയത്? ഈ കാർബണിന്റെ 2 വാലൻസി 2 സൈഡിലുള്ള ബോണ്ടും അടുത്ത 2 വാലൻസി 2 ഹൈഡ്രജനും എന്ത് ചെയ്തു? ക്ലിയർ ചെയ്തു. ക്ലിയർ ആയല്ലോ. നമുക്ക് ഈ കോമ്പൗണ്ടിന്റെ പേര് എഴുതാം. ഇവിടെ 2 കാർബണാറ്റം അല്ലേ? 2 കാർബണാറ്റം ആകുമ്പോൾ നമ്മൾ വേഡ് റൂട്ട് ഇടുന്ന എന്താണ്? എത്ത്. ക്ലിയർ ആയി. എന്ത് ബോണ്ട് ആയിട്ടുള്ളത്? സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട് ആയത് ഈത്തേൻ. ഇത് ആൽക്കഹോളിന്റെ നെയിമിംഗ് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ് നമ്മൾ എടുത്തതാണ്, ഈത്തേന്. ഇനി നമുക്ക് മനസ്സിലായി ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാ? OH.
OH ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരാ? ആൽക്കഹോൾ അല്ലേ? അത് നമ്മൾ ഈ OH ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കഹോൾ ആയതുകൊണ്ട് ഈ ആൽക്കൈന്റെ അവസാനത്ത് ഈ അങ്ങ് മാറ്റി എന്ത് കൊടുക്കുന്നു? ഓള് കൊടുക്കുന്നു. ഈ അങ്ങ് മാറ്റി എന്ത് കൊടുക്കുന്നു? ഓള് കൊടുക്കുന്നു. ഇനി കാരണം OH ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക് ഈ മാറ്റി നമ്മൾ ON ഓളാണ് കൊടുക്കുന്നത്. ഈ OH എത്രാമത്തെ കാർബണിൽ അറ്റാച്ച് ചെയ്തേക്കുന്നത്? ഫസ്റ്റ് കാർബണിൽ അല്ലെ? ഈ OH ന്റെ പൊസിഷൻ നമ്പർ എത്ര കൊടുക്കണം? 1. OH നമ്മുടെ ഫസ്റ്റ് കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അന്നേരം പൊസിഷൻ നമ്പർ എത്ര കൊടുക്കുക? 1 കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേരാണ് ഈത്താൻ 1-ol. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ 1 കൊടുക്കണം നിർബന്ധമില്ല, കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് എന്തെന്ന് എഴുതാം? എത്തനോൾ. കാരണം ഈത്താൻ 1-ol തന്നെയാണ്, അതിനെ എത്താൻ 1-ol തന്നെയാണ്. നമുക്ക് അതിനെ സിമ്പിൾ ആയിട്ട് എന്തെന്നും എഴുതാം? ഈ 1 കൊടുത്താലും പ്രശ്നമില്ല, കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം ഇതിനെ നമുക്ക് എന്തെന്നും എഴുതാം? എത്തനോൾ എന്ന് എഴുതാം. ക്ലിയർ ആയി? 2 കാർബണാറ്റമുള്ള ആൽക്കഹോളിന്റെ പേര് നമുക്ക് മനസ്സിലായി. ഒന്ന് എത്താൻ 1-ol എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെന്ന് കൊടുക്കാം? എത്തനോൾ എന്ന് കൊടുക്കാം. ക്ലിയർ ആയി? നമ്മൾ ഇവിടെ ഇതിന്റെ എന്തെഴുതി? പേര് എഴുതി എത്തനോൾ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്തത് ഈ കോമ്പൗണ്ടിന്റെ എന്ത് ഫോർമുല എഴുതണം? മോളിക്കുലാർ ഫോർമുല എഴുതണം. നമ്മൾ ഈ കോമ്പൗണ്ടിന്റെ എന്ത് ഫോർമുല എഴുതാൻ പോവാണ്? മോളിക്കുലാർ ഫോർമുല എഴുതാൻ പോവാം. നമ്മൾ മോളിക്കുലാർ ഫോർമുല എഴുതുമ്പോൾ ടോട്ടൽ ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? കാരണം മോളിക്കുലാർ ഫോർമുല എഴുതാന്ന് പറഞ്ഞാൽ ഈ കോമ്പൗണ്ടിനകത്തുള്ള കാർബണിന്റെ എണ്ണവും ഹൈഡ്രജന്റെ എണ്ണവും ഓക്സിജന്റെ എണ്ണവും എഴുതണം. ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1, 2 കാർബൺ ആറ്റം ആകുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക? C2. ടോട്ടൽ 2 കാർബൺ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3+2. 3+2 ആണ് 5. 5+1 ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ. 5+1 എന്താണ്? 6. എത്ര ഓക്സിജൻ ഉണ്ട്? 1 ഓക്സിജൻ. ഇവിടെ നമ്മൾ 2 കാർബൺ ആറ്റമുള്ള ആൽക്കഹോൾ എത്തനോൾ ആണ്, അല്ലെങ്കിൽ എത്താൻ 1-ol ആണ്. അതിന്റെ മോളിക്കുലാർ ഫോർമുല നമ്മൾ എഴുതുന്നതാണ് C2H6O. എന്താണ്? C2H6O. അതായത് ടോട്ടൽ 2 കാർബൺ, അതുപോലെ 6 ഹൈഡ്രജന് 1 ഓക്സിജൻ. മോളിക്കുലാർ ഫോർമുല എഴുതി. ഇനി അടുത്ത നമ്മൾ ഈ 2 കാർബൺ ആറ്റമുള്ള ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമിയർ എന്ന് പറയുന്നത് 2 കാർബൺ ആറ്റമുള്ള ഈത്തർ. 2 കാർബൺ ആറ്റമുള്ള ആരാണ്? ഈത്തർ. ഇതിന് നമുക്ക് അടുത്തത് ഈ 2 കാർബൺ ആറ്റമുള്ള ഈത്തറിന്റെ സ്ട്രക്ചർ വരയ്ക്കുക. ഈത്തർ എന്ന് പറഞ്ഞാൽ എന്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്? ഓക്സിജൻ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ 2 സൈഡിലോട്ടും ബോണ്ടിങ്ങും വരും. നമുക്കിവിടെ 2 കാർബൺ ആറ്റമുള്ള ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഐസോമിയർ ആയിട്ട് എഴുതേണ്ടത് 2 കാർബൺ ആറ്റമുള്ള ഈത്തറിനെയാണ്. പിന്നെ നമുക്കിവിടെ 2 കാർബൺ ആറ്റം കൊടുക്കണം. നമുക്ക് ഈ ഓക്സിജൻ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ 2 സൈഡിലോട്ടും എത്ര കാർബൺ ആറ്റം കൊടുക്കാം? ഓരോ കാർബൺ ആറ്റം കൊടുക്കുമ്പോൾ ഇതിനകത്ത് എത്ര കാർബൺ ആറ്റമായി? 2 കാർബൺ ആറ്റം. 2 കാർബൺ ആറ്റമുള്ള ഈത്തറിന്റെ സ്ട്രക്ചർ നമ്മൾ വരച്ചു. നടുക്ക് ഓക്സിജൻ ഫങ്ഷണൽ ഗ്രൂപ്പ് കൊടുത്തു, 2 സൈഡിലേക്കും ഓരോ കാർബൺ വെച്ച് കൊടുത്തു. അത്രയും ക്ലിയർ ആയല്ലോ? ഇത് നമ്മൾ അടുത്ത് ചെയ്തത് ഈ കാർബണിന്റെ ചുറ്റിനും ഈ കാർബണിന്റെ ഫസ്റ്റ് കാർബൺ ആയിട്ടുള്ള ഈ കാർബണിന്റെ സെക്കൻഡ് കാർബൺ ആറ്റമായിട്ടുള്ള ഇതിന്റെ ഈ 2 കാർബണിന്റെ എന്ത് ക്ലിയർ ചെയ്തെടുക്കണം? വാലൻസി ക്ലിയർ ചെയ്തെടുക്കണം. നോക്കിയേ, ഈ കാർബണിന്റെ ചുറ്റിനും എത്ര ബോണ്ടായി? 1 ബോണ്ട്. 1 ബോണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വാലൻസി ക്ലിയർ ആയി? 1 വാലൻസി ക്ലിയർ ആയി. ടോട്ടൽ കാർബണിന്റെ 4 വാലൻസിയാണ് കാർബണ്. ഇനി നമുക്ക് എത്ര വാലൻസി കൂടെ ക്ലിയർ ചെയ്യണം? 3 വാലൻസി. ആ 3 വാലൻസി ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ഹൈഡ്രജനെ കൊടുത്തു? 3 ഹൈഡ്രജൻ. ക്ലിയർ ആയല്ലോ? അതുപോലെ ഈ കാർബണിന്റെ ചുറ്റിനും 1 ബോണ്ട്, അതായത് 1 വാലൻസി ക്ലിയർ ആയി. ഇനി 3 വാലൻസി നമുക്ക് ക്ലിയർ ചെയ്യണമല്ലോ. അതിലൂടെ എത്ര ഹൈഡ്രജനെ കൊടുക്കുക? 3 ഹൈഡ്രജനെ കൊടുക്കുക. CH3O എന്താണ്? CH3. കാർബണിന്റെ വാലൻസി ക്ലിയർ ആക്കാനുള്ള കാര്യം ഇപ്പം മനസ്സിലായി. ടോട്ടൽ 4 വാലൻസി ആയിരിക്കണം. കാർബണിന്റെ ചുറ്റുമുള്ള ഹൈഡ്രജൻ എണ്ണവും അതുപോലെ തന്നെ ബോണ്ടിന്റെ എണ്ണവും, കാർബണിന്റെ ചുറ്റുമുള്ള ഹൈഡ്രജൻ എണ്ണവും ബോണ്ടിന്റെ എണ്ണവും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര വരണം? 4 വരണം. ഇവിടെ നോക്കി, ഈ കാർബണിന്റെ ചുറ്റും 3 ഹൈഡ്രജനും 1 ബോണ്ടും. ടോട്ടൽ എത്ര വാലൻസി? 3 ഹൈഡ്രജൻ വരും, 3 വാലൻസി ക്ലിയർ ആയി. 4ാമത്തെ വാലൻസി ബോണ്ട് ക്ലിയർ ആക്കി. ഇവിടെ ഈ കാർബൺ ചുറ്റും 3 ഹൈഡ്രജൻ, 3 വാലൻസി ക്ലിയർ ആയി. 4ാമത്തെ വാലൻസി ആര് ക്ലിയർ ആക്കും? ഇവിടുത്തെ ബോണ്ട് ക്ലിയർ ആക്കും. ക്ലിയർ ആയി. ഇനി നമുക്ക് ഇതിന്റെ IUPACന്റെ പേര് എഴുതുക. നമ്മുടെ ഈത്തറിന്റെ പേര് നമ്മൾ എഴുതുന്നത് ആൽക്കോക്സി എന്തെന്നായിരുന്നു? ആൽക്കെയിൻ. ആൽക്കോക്സി ആൽക്കെയിൻ. നമ്മൾ കഴിഞ്ഞ ദിവസം ഈത്തറിന്റെ പേര് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതിപ്പിച്ചതാണ്. ഈത്തേഴ്സിന്റെ പേര് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് എഴുതിയതാണ്. ഈത്തറിന്റെ പേരാണ് ആൽക്കോക്സി എന്താണ്? ആൽക്കെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? നമ്മൾ ഈ ആൽക്കോക്സി ആൽക്കെയിൻ എന്നുള്ള ഈ പേര് നമ്മൾ എഴുതുന്നത്
ഈ രണ്ട് സൈഡിലുള്ള കാർബൺ എണ്ണം സെയിം ആണെങ്കിൽ, ഈത്തറിന്റെ രണ്ട് സൈഡിലും കിടക്കുന്ന എന്തിന്റെ എണ്ണം സെയിം ആണെങ്കിൽ, കാർബണിന്റെ എണ്ണം സെയിം ആണെങ്കിൽ, ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡില് ഒരു കാർബണ്, റൈറ്റ് സൈഡിലും എത്ര കാർബൺ ആണ്? ഒരു കാർബൺ. ഈ രണ്ട് സൈഡിലും കിടക്കുന്ന കാർബൺ എണ്ണം സെയിം ആണ്. നമ്മൾ ആദ്യത്തെ പാർട്ടിനെ ആൽക്കോക്സി എന്നും രണ്ടാമത്തെ പാർട്ടിനെ നമ്മൾ എന്തെന്നും വിളിക്കും? ആൽക്കൈൻ എന്നും വിളിക്കും. ഒരു കാർബണാറ്റമുള്ള ആൽക്കോക്സി എന്ന് പറഞ്ഞാൽ മീത്തോക്സി. ഒരു കാർബണാറ്റമുള്ള ആൽക്കോക്സിയാണ് മീത്തോക്സി. കാരണം ഒരു കാർബൺ വരുമ്പോൾ നമ്മൾ വേട്ട് റൂട്ട് പറയുന്നത് എന്താണ്? മെത്ത്. അതിൽ ഈ മെത്തിനെ നമ്മൾ ആൽക്കോക്സി എന്ന് എഴുതുമ്പോൾ എന്തായിട്ട് എഴുതണം? മീത്തോക്സി ആയിട്ട് എഴുതണം. ക്ലിയർ ആയല്ലോ? ആൽക്കോക്സി പാർട്ട് കിട്ടി, മീതോക്സി. അടുത്തത് ഒരു കാർബണാറ്റമാണ്, നമ്മൾ ആൽക്കൈൻ പാർട്ടിനകത്തും വരുന്നത്. ഒരു കാർബണാറ്റമുള്ള ആൽക്കൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീത്തേൻ. എന്താണ്? മീത്തേൻ. കാരണം ഒരു കാർബണാറ്റം വരുമ്പം വേട്ട് റൂട്ട് മെത്താണ്. ആൽക്കൈൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെന്ന് എഴുതാം? മീത്തേൻ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇവിടുത്തെ ഈത്തറിന്റെ പേര് നമുക്ക് മനസ്സിലായി, മീത്തോക്സി മീത്തേൻ. നമുക്ക് ഈ മീത്തോക്സി മീത്തേൻ എന്ന് പറഞ്ഞ ഈ ഈത്തറിന്റെ മോളിക്കുലാർ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. അതായത് ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ട് എന്നുള്ള കാര്യം. ടോട്ടൽ എത്ര കാർബൺ ഉണ്ട് ഇവിടെ? 1 2. ടോട്ടൽ 2 കാർബൺ. C2. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 + 3 എത്രയാണ്? 6. C2H6. എത്ര ഓക്സിജൻ ഉണ്ട്? ഒരു ഓക്സിജൻ. 2 കാർബണ്, 3 + 3 6 ഹൈഡ്രജന്, ഒരു ഓക്സിജൻ. നിങ്ങൾ നോക്കി, ഈ രണ്ട് കോമ്പൗണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, C2H6O. പക്ഷെ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറന്റ് ആണ്. ഫസ്റ്റിനകത്ത് OH ആയിട്ടുള്ള ആൽക്കഹോൾ ഫങ്ഷണൽ ഗ്രൂപ്പും സെക്കൻഡിനകത്ത് എന്ത് ഫങ്ഷണൽ ഗ്രൂപ്പോ? ഈതർ ഫങ്ഷണൽ ഗ്രൂപ്പും. ഈ രണ്ട് കോമ്പൗണ്ട്സിന്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് കോമ്പൗണ്ട്സിനെ എന്ത് ഐസോമിയർ എന്ന് പറയാം? ഫങ്ഷണൽ ഐസോമിയർ എന്ന് പറയാം. ഈ ഫങ്ഷണൽ ഐസോമിയർ വരുമ്പോൾ അത് രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും. ഡിഫറൻസ് എന്ത് ഡിഫറന്റ് ആയിരിക്കും? ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറന്റ് ആയിരിക്കും. 2 കാർബണാറ്റുള്ള ആൽക്കഹോൾ ആയിട്ടുള്ള എഥനോളും 2 കാർബണാറ്റുള്ള ഈതർ ആയിട്ടുള്ള മീതോക്സി മീത്തേനും ഏതിന് എക്സാമ്പിൾ ആണ്? ഫങ്ഷണൽ ഐസോമിയേഴ്സിന് എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ ഫങ്ഷണൽ ഐസോമർസത്തിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. നമുക്ക് ഈ വീഡിയോ അടുത്ത സെക്ഷനിൽ ഈ ഫങ്ഷണൽ ഐസോമർസത്തെ റിലേറ്റ് ചെയ്ത് എക്സാമിനേഷൻ വന്ന ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യാതെ ഫങ്ഷണൽ ഐസോമർസത്തിൽ നിന്ന് വരുന്ന ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അവർ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 2 കോമ്പൗണ്ട് തന്നു. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ 2 കോമ്പൗണ്ട്സ് കാണിക്കുന്നത് ഏത് ടൈപ്പ് ഐസോമർസ് ആണെന്നാ ചോദിച്ചേക്കുന്നത്. നിങ്ങൾ ആദ്യം ഒന്ന് നോക്കിയേ, ഈ ഫസ്റ്റ് കോമ്പൗണ്ടിനകത്തുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓക്സിജൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണല്ലോ. ഓക്സിജൻ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏത് കോമ്പൗണ്ടാണ്? ഈത്തർ. അന്നേരം ആദ്യം അവർ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഓക്സിജൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ആരാണ്? ഈത്തർ ആണ്. അത് ക്ലിയർ ആയി. ഇന്ന് നോക്കിയേ, രണ്ടാമത് അവർ തന്നിരിക്കുന്ന കോമ്പൗണ്ടിനകത്തുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാ? OH. ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാണ്? OH. OH എന്ന് പറഞ്ഞാൽ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്? ആൽക്കഹോൾ ഫങ്ഷണൽ ഗ്രൂപ്പ്. OH ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്? ആൽക്കഹോൾ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ 2 ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഈത്തർ ആണ്, രണ്ടാമത്തേതാരാണ്? ആൽക്കഹോൾ. അത്രയും ക്ലിയർ ആയി. ഇനി നോക്കി, ഈ 2 ഓർഗാനിക് കോമ്പൗണ്ടിന്റെ അകത്തെ കാർബൺ എണ്ണം സെയിം ആണ്. ഇവിടെ എത്ര കാർബൺ ഉണ്ടോ? 1 2 3. ഈത്തറിനകത്ത് 3 കാർബൺ ആണുള്ളത്. 1 2 3. ആൽക്കഹോളിനകത്ത് എത്ര കാർബൺ ആണുള്ളത്? 1 2 3. സെയിം കാർബണാറ്റമുള്ള ആൽക്കഹോളും സെയിം കാർബണാറ്റമുള്ള ഈത്തറും ഏത് ഐസോമർസം കാണിക്കുന്നത്? ഫങ്ഷണൽ ഐസോമർസം. ഏതാണ്? ഫങ്ഷണൽ ഐസോമർസം. ഒരു ഫസ്റ്റ് കോമ്പൗണ്ട് ഈത്തർ ആണ്, സെക്കൻഡ് കോമ്പൗണ്ട് ആൽക്കഹോൾ ആണ്. ഇതിനകത്തെ കാർബൺ എണ്ണവും എന്ത് തന്നെ? സെയിം തന്നെ, 3. 3 കാർബണാറ്റമുള്ള ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഐസോമിയർ ആണ് 3 കാർബണാറ്റമുള്ള ഈത്തർ. ഇത് ഏത് ടൈപ്പ് ഐസോമർസോ കാണിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ ഏത് ഐസോമർസോ എന്ന് എഴുതണം? ഫങ്ഷണൽ ഐസോമർസോ എന്നാണ് എഴുതേണ്ടത്.
ക്ലിയർ ആയല്ലോ. അതേപോലെ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മറ്റൊരു രീതി ചോദിക്കാം. ഞാനിപ്പോ ആദ്യം പറഞ്ഞത് ഡയറക്റ്റ് ആയിട്ട് രണ്ട് കോമ്പൗണ്ട് തന്നിട്ട് അതിന്റെ ഐസോമേഴ്സ് ഏതാണെന്ന് ചോദിച്ചു. നമുക്ക് മനസ്സിലായ രണ്ട് കോമ്പൗണ്ടിനകത്ത് ഒരെണ്ണം ഈതറും ഒരെണ്ണം ആൽക്കഹോളും, രണ്ടിനകത്തും കാർബൺ എണ്ണം സെയിം ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ഐസോമേഴ്സോ ഫങ്ഷണൽ ഐസോമേഴ്സോ ആണെന്ന് മനസ്സിലായി. ഇതല്ല നമുക്ക് മറ്റൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ രണ്ട് കോമ്പൗണ്ട് തരുന്നു, എന്നിട്ട് ഈ രണ്ട് കോമ്പൗണ്ട് തന്നിട്ട് നമ്മളോട് പറയുവാണ് ഈ രണ്ട് കോമ്പൗണ്ടിനകത്തുള്ള ഒരു സിമിലാരിറ്റിയും എഴുതണം, ഒരു ഡിഫറൻസും എഴുതണം. ഈ രണ്ട് കോമ്പൗണ്ടിനകത്തുള്ള ഒരു സിമിലാരിറ്റി ഒരു ഡിഫറൻസും എഴുതുക. നമുക്കറിയാം ഈ രണ്ട് കോമ്പൗണ്ട് നമ്മളിപ്പം പറഞ്ഞു ഏത് ഐസോമിയേഴ്സ് ഫങ്ഷണൽ ഐസോമിയേഴ്സ് അല്ലെങ്കിൽ ഈ രണ്ട് കോമ്പൗണ്ട് കാണിക്കുന്നത് എന്ത് ഐസോമർസോ ഫങ്ഷണൽ ഐസോമർസോ. അങ്ങനെ ഫങ്ഷണൽ ഐസോമർസോ ആണെങ്കിൽ ഈ രണ്ട് കോമ്പൗണ്ട് തമ്മിലുള്ള സിമിലാരിറ്റി എന്ന് പറയുന്നത് ഈ രണ്ട് കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും. ഈ രണ്ട് കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചാൽ അത് സെയിം ആയിരിക്കും. ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്തായിരിക്കും ഡിഫറന്റ്. അതായത് ഇവിടുത്തെ ഈതർ ഫങ്ഷണൽ ഗ്രൂപ്പും ഇവിടെ എന്ത് ഫങ്ഷണൽ ഗ്രൂപ്പോ വരുന്നത് ആദ്യത്തിനകത്ത് ഓക്സിജൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ഈതറും സെക്കൻഡിനകത്ത് OH ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ആൽക്കഹോളും. അതിന്റെ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരേപോലെ നിൽക്കുന്ന ഈ കോമ്പൗണ്ട്സിന്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറന്റും ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് ഐസോമിയേഴ്സ് എന്ന് വിളിക്കുന്നത് ഫങ്ഷണൽ ഐസോമിയേഴ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയി. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ രണ്ട് കോമ്പൗണ്ട് മോളിക്കുലാർ ഫോർമുല എന്ന് കണ്ടുപിടിച്ച് നോക്കാം സെയിം ആണോ എന്നുള്ള കാര്യം. ഫസ്റ്റ് കോമ്പൗണ്ട് മോളിക്കുലാർ ഫോർമുല എന്താ? ടോട്ടൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് നമ്മുടെ ഫസ്റ്റ് ഈതറിനകത്ത്? 1 2 3 3 കാർബൺ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 + 2 5 5 + 3 8 8 ഹൈഡ്രജൻ. എത്ര ഓക്സിജൻ ഉണ്ട്? ഒരു ഓക്സിജൻ. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എന്താണ്? C3H8O. 3 കാർബൺ അതുപോലെ തന്നെ 8 ഹൈഡ്രജന് ഒരു ഓക്സിജന്. ക്ലിയർ ആയല്ലോ. നമുക്ക് രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ എന്ത് നോക്കാം? മോളിക്കുലാർ ഫോർമുല എഴുതി നോക്കാം. ഈ രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല നമ്മൾ എഴുതാൻ വേണ്ടി എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കി. 1 2 3 C3. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 + 2 5 5 + 2 7 7 + 1 എന്താണ്? 8 C3H8. എത്ര ഓക്സിജൻ ഉണ്ട്? ഒരു ഓക്സിജൻ. ഈ രണ്ട് കോമ്പൗണ്ടിന്റെ സിമിലാരിറ്റി ഇതിന്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ് C3H8O. പക്ഷെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറന്റ്. ആദ്യത്തെ കോമ്പൗണ്ട് ഏത് കാറ്റഗറിയിൽ വരുന്ന? ഈതറിനകത്തും ഈതർ ഫങ്ഷണൽ ഗ്രൂപ്പ്. സെക്കൻഡ് കോമ്പൗണ്ട് ഏതാ? ആൽക്കഹോൾ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ ഫിനോമിനെ നമ്മൾ ഫങ്ഷണൽ ഐസോമർസ് എന്ന് വിളിക്കുന്നത്. മോളിക്കുലാർ ഫോർമുല സെയിമും ഡിഫറന്റ് എന്ത് ഗ്രൂപ്പും വരുമ്പോഴാ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ. ഈ ഫിനോമിന ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം? ഫങ്ഷണൽ ഐസോമർസ് എന്നുള്ള കാര്യം എഴുതണം. ഫങ്ഷണൽ ഐസോമർസ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു, അതിനെ ബേസ് ചെയ്തുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനും എടുത്തു. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത രണ്ട് ഐസോമർസും എക്സ്പ്ലെയിൻ ചെയ്യണം. 3 ഐസോമർസും ആയിരുന്നു ടോട്ടൽ ഉള്ളത്. ഒന്ന് ഫങ്ഷണൽ കഴിഞ്ഞു, ഇനി രണ്ടെണ്ണം കൂടെ പൊസിഷൻ ഐസോമർസും സ്ട്രക്ചറൽ ഐസോമർസും. നമുക്ക് അടുത്ത വീഡിയോയിൽ പൊസിഷനും സ്ട്രക്ചറും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവേ.